നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളിൽ വയറിനോ അല്ലെ ഏത് അവയവത്തിനും ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കത്രിക അകത്തു പോയി എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത്, ഇത്ര ശ്രദ്ധയില്ലാതെയാണോ ഇവരിതൊക്കെ ചെയ്യുന്നത്, നമ്മൾ ഓർത്തു പോകും. മെഡിക്കൽ കോളേജുകളിലെ പ്രധാനമായിട്ടും അവിടെ സ്റ്റാഫിന്റെ കുറവുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനോടും മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം തന്നെ ഓരോ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജുകളൊക്കെ എടുത്തിട്ട് അവിടെ നിങ്ങൾ സ്റ്റാഫിന്റെ എണ്ണം എടുക്കുക. അവിടെ കുറവുള്ള സ്റ്റാഫിനെ നിങ്ങൾ ആദ്യം നിയമിക്കുക. അപ്പോൾ അവർ കുറച്ച് പേർക്ക് ജോലി കിട്ടുമല്ലോ, നഴ്സുമാർക്കോ അല്ലെങ്കിൽ അറ്റൻഡർമാരെ. അവർ ആരാണ് ഈ സിസ്റ്റം ഒക്കെ കൈകാര്യം ചെയ്യേണ്ടത്, അവരെയൊക്കെ നിങ്ങൾ ആദ്യം അപ്പോയിന്റ് ചെയ്യുക. ഇവിടെ എല്ലാം ഷോർട്ടേജ് ആണെന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ടേജ് വരുമ്പോൾ ഈ പണിയെല്ലാം കൂടി ഒരാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര പാടാണ്. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റാഫിന്റെ എണ്ണം എടുത്തിട്ട് ഏതൊക്കെ സ്റ്റാഫാണ് ഇല്ലാത്തത് എന്ന് കുറവാണ് എന്ന് മനസ്സിലാക്കി അവരെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുക. ഇവിടെ എന്ത് പ്രശ്നം വന്നാലും ഉടനെ പ്രതിഷേധം ഉയർത്തുക അല്ലാതെ ഇവിടെ നടപടികളൊന്നും ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.